നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാക്കിയൂരുന്ന ദിവസം അതെന്ന് തന്നെയായിരുന്നാലും നിന്നെ തീർത്ത് കളയും. അതുപോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിതാവ് വന്ന് രക്ഷിക്കാൻ ശ്രമിച്ചാൽ പോലും തടയാൻ കഴിയില്ല എന്നുള്ള കൊലവിളിയുമായി ഒരു KSU നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. പൊന്നുമോനെ ഷാജഹാനെ തീർത്ത് കളയുമെന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനാധാരമായിട്ടുള്ള വിഷയം മുഖംമൂടി ധരിപ്പിച്ച് KSU പ്രവർത്തകരെ കോടതിയിൽ ഹാജരാക്കിയ സംഭവമുണ്ടായിരുന്നു. ആ നടപടി നേരിട്ട SHO ഷാജഹാനാണ് ഭീഷണിയുമായി KSU രംഗത്ത് വന്നിരിക്കുന്നത്. തീവ്രവാദികളെ കൊണ്ടുപോകുന്ന രീതിയിൽ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തവരെ കൊണ്ടുപോകുന്ന രീതിയിലാണ് KSU പ്രവർത്തകരെ കോടതിയിൽ എത്തിച്ചതെന്നാണ് ആക്ഷേപം. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റായ ഗോകുൽ ഗുരുവായൂരാണ് പോലീസിന് നേരെ കാലൊടിച്ചൊടിക്കുമെന്നുള്ള ഭീഷണി നിലവിൽ മുഴക്കിയിരിക്കുന്നത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSUവിൻ്റെ ഭാഗമായിട്ടുള്ള മാർച്ച് ഇന്ന് നടത്തിയിരുന്നു. അതിനിടയിലാണ് SHO ഷാജഹാനെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ഒപ്പം വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുന്നത്. നീ എന്തെങ്കിലും ആ കാക്കി ഊരിയാൽ പൊന്നുമോനെ ഷാജഹാനെ നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മുട്ടുകാല് KSU കമ്മിറ്റി അടിച്ചൊടിക്കുമെന്ന് പറയാനാണ് ഈ വേദി ഉപയോഗിക്കുന്നതെന്നും ഗോകുൽ പറയുന്നു. ഇനി പിണറായി വിജയൻ വന്ന് നിന്നാലും നിന്നെ പണിയും. അതിന് ഇനി 90 അല്ല 200 അല്ല ജീവിതകാലം മുഴുവൻ ജയിലിലടയ്ക്കപ്പെട്ടാലും നിന്നെ ഞങ്ങൾ വിടില്ലെന്നും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റിനെയാണ് നീ ഇത്തരത്തിൽ അപമാനിച്ചതെന്നാണ് ഗോകുൽ നടത്തിയ പ്രസംഗം. ഇൻസ്പെക്ടർ ഷാജഹാനെതിരായിട്ടുള്ള ജനരോഷം വലിയ തോതിൽ തന്നെ ആളിക്കത്തുന്നു. പാർട്ടി പ്രവർത്തകരൊക്കെ, പ്രത്യേകിച്ചും KSU പ്രവർത്തകർ ശക്തമായി ഇതിനെ എതിർക്കുന്നുണ്ട്, പ്രതിഷേധിക്കുന്നുണ്ട്. അതിനിടയിലാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. പോലീസിന്റെ ഈ നടപടിയെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കം രംഗത്ത് വന്നിരുന്നു. ചെലക്കരയിൽ SFIയുമായിട്ടുള്ള സംഘർഷത്തിനിടയിലാണ് KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തത്. അവരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയാണ് പോലീസ് കൊണ്ടുപോയത്. ഈ നീക്കത്തിനെതിരെ വലിയ തോതിൽ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ SHO ഷാജഹാനെതിരെ KSU മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഒരു പ്രതികാര നടപടി എന്ന രീതിയിലാണ് ഈ അറസ്റ്റിലായ പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ എത്തിച്ചതെന്നാണ് വലിയ തോതിൽ ഉയരുന്ന വിമർശനം. ഈ സാഹചര്യത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷം ഇതുവരെയും മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കാത്ത രാഹുൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ചേലക്കരയിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട KSU നേതാക്കളെ പോലീസ് തല മൂടിക്കെട്ടി കോടതിയിൽ ഹാജരാക്കിയ സംഭവമുണ്ടായിരുന്നു. അതിൽ പോലീസിനെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചുകൊണ്ടാണ് കുറിപ്പിട്ടത്. KSU നേതാക്കളെ മുഖം മൂടിയും കയ്യാമും വെച്ചും കോടതിയിൽ ഹാജരാക്കിയതിലുള്ള രൂക്ഷ വിമർശനമാണ് അദ്ദേഹം പങ്കുവച്ചത്. സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ഒരു സംഘടനയുടെ നേതാക്കളെ തീവ്രവാദികളെ പോലെ മുഖം മൂടി കെട്ടി കയ്യാമം വെച്ച് കൊണ്ടുപോയി ബാക്കിയുള്ള സമര നേതാക്കൾ കരുതിയിരുന്നോ എന്നാണോ സർക്കാർ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിച്ചിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഇത് കേരളം കാണും. മുഖംമൂടിയും കയ്യാമം വെച്ചും കൊണ്ടുപോകുന്നത് ഏതെങ്കിലും രാജ്യദ്രോഹികളെയോ തീവ്രവാദികളെയോ അല്ല, KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയാണ്. ആ മുന്നിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ കുന്നംകുളത്ത് സുജിത്തിനെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമ്പോൾ അവിടുത്തെ SHO ആയിരുന്ന ഷാജഹാനാണ്. ഇതൊരു ഷാജഹാന്റെ നയമല്ല, മറിച്ച് ഈ സർക്കാരിന്റെ നയമാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നുവെന്ന് ഗരിമ കൊള്ളുന്ന ആളാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്നത് മറക്കരുത്. ആ വ്യക്തി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലാണ് വിദ്യാർത്ഥി നേതാക്കൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത്. എന്താണ് ഈ സർക്കാർ പറഞ്ഞു വെക്കുന്നത്? സർക്കാരിനെതിരെ സമരം ചെയ്യുന്ന ഒരു സംഘടനയുടെ നേതാക്കളെ തീവ്രവാദികളെ കണക്ക് മുഖം മൂടി കയ്യാമം വെച്ചുകൊണ്ട് പോകും, ബാക്കിയുള്ള സമര നേതാക്കൾ കരുതിയിരുന്നോ എന്നാണോ? അത്തരം ഭയം കേരളത്തിലെ ഏതെങ്കിലും KSUക്കാരന് പോലും ഇല്ല എന്ന് സർക്കാർ മറക്കേണ്ട. രാഷ്ട്രീയ പകയോടെ ചമയ്ക്കപ്പെട്ട FIRലെ വകുപ്പുകൾക്ക് ഇവരുടെ സമരവീര്യത്തെ തകർക്കാനാകില്ലെന്നും ഈ കാഴ്ച കാണുന്ന ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വേദന ഈ നാട് കാണും. ഈ തോന്നിവാസം എല്ലാം കാണിക്കുന്ന ലാത്തിയിലും തൊപ്പിയിലും അതണിഞ്ഞവർ തരുന്ന സെല്യൂട്ടിലും അഭിരമിക്കുന്നവരോട് ഓർമ്മിപ്പിക്കുന്നു. ഇതൊക്കെ ജനം കാണുന്നുണ്ട്. ആ സെല്യൂട്ട് തരുന്ന പദവികൾ അവർക്ക് തിരിച്ചെടുക്കാൻ അധികം ആലോചനകൾ വേണ്ടിവരില്ല എന്നും അദ്ദേഹം കുറിക്കുന്നു.